ആദ്യം നമുക്ക് ആയത് അബോർഷൻ ആയി പോയി, പക്ഷെ നമ്മൾ അറിയത്തില്ലായിരുന്നു. നമ്മളെയും കൂടി പറഞ്ഞങ്ങ് പേടിപ്പിച്ചു. എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെ കൂടെ ബൈക്കിൽ പോയി, എന്നിട്ട് ഞാൻ കട്ടറിലെല്ലാം കൊണ്ടിടുക. പോണെങ്കിൽ തനിയെ ഇതുവരെ അവർക്ക് ഒരു കുഴപ്പമില്ല. കുഞ്ഞിന് ഹാർട്ടിന് 2 ഹോൾ ഉണ്ടായിരുന്നു. ഒറ്റ കരച്ചിലായിരുന്നു അവിടെ നിന്ന്. അതായിരുന്നു പിന്നുള്ള ടെൻഷൻ. അത് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മരണവീട് പോലെ ആയിരുന്നു. ആ സമയത്ത് പോയിരുന്നെങ്കിൽ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ. ഇല്ല, പ്രണയിച്ചിട്ടില്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഇന്റർകാസ്റ്റ് ആണല്ലോ. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വീട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഇച്ചാനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് പാത്തുമതി ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ പെട്ടിമാട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു. അനസ്തേഷ്യ വാവഴി കൊടുക്കാനൊക്കെ നോക്കിയിട്ട് ട്യൂബ് ഇട്ടിട്ട് പിന്നെ വീണ്ടും ഊരി കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ സമയത്ത്. ഇപ്പൊ എടുത്തോണ്ട് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലെ 2 കൈയിൽ കഷത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചാ പോകുന്നത്. ബോഡിയിൽ വേറെ എങ്ങും തൊടാം. വേദന എടുക്കും, അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. നേരത്തെ പോലെ അവനെ കാണുമ്പോഴാണ് സന്തോഷം സത്യം പറഞ്ഞത്. നമ്മള് ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാരുടെ ഞാൻ കുഞ്ഞാവേനെ എടുത്തു. കുഞ്ഞാവയാണ് കേട്ടോ, എനിക്ക് മെയിൻ കുഞ്ഞാവയാ അല്ലേ അശ്വതി? ഞാൻ കുഞ്ഞാവയെ കാണാനാണ് പറഞ്ഞത്. അശ്വതിനെയും ബിനോയിനെയൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാ, പക്ഷെ ഞങ്ങൾ കുഞ്ഞാവയെ കണ്ടില്ല. കാരണം നമ്മൾ ഇന്റർവ്യൂവിന് എടുത്തുകൊണ്ട് വന്ന ആളാണ്. ഇയാളെ കാണാനാണ് വന്നേക്കുന്നത്. പേര് ഗബ്രിയൽ. ഇപ്പം 7 മാസമായി. ഗബ്രു പിടിച്ചെന്ന് നമ്മളെ ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല, പുള്ളി കിടന്ന് ചാടും അല്ലേ അശ്വതി? അശ്വതി, അശ്വതിയുടെ കല്യാണം തൊട്ട്, കല്യാണമില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ റീൽസ് തൊട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഞങ്ങളെ പോലുള്ള ആളുകൾ നോട്ടമിട്ട് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേയും റീൽസിൽ നമ്മൾ കുറേ കണ്ടിരുന്നു. അപ്പോൾ റീൽസിലാണെങ്കിലും പിന്നീട് കുഞ്ഞിന് എന്തോ വയ്യായിക ഉണ്ട് എന്നുള്ളൊരു തരത്തിൽ വരെ റീല് വന്നു. എന്ത് പറ്റി? കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് 2 ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം ഇപ്പം അടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഈ കഴിഞ്ഞ ചെക്കപ്പിൽ കുറച്ച് സൈസ് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ആണല്ലേ? അപ്പോൾ അത് വളരും തോറും ഒക്കെ ആവും. ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മള് ചെക്കപ്പ് ചെയ്ത സമയത്ത് 3.6 ഉള്ളായിരുന്നു. പിന്നെ വീണ്ടും ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോൾ 3.8 ആയിട്ട് കൂടി. അതുപോലെ തന്നെ ബ്ലഡ് മിക്സ് ആകുന്നുണ്ടായിരുന്നു. പിന്നെ മോന് ശ്വാസം എടുക്കുമ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഫീഡ് ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന് പറഞ്ഞിരുന്നേ. പറഞ്ഞ സമയത്ത് നമ്മൾ ഒന്നും കൂടെ ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചെക്കപ്പിന് ചെന്നപ്പം ഭാഗ്യം പോലെ അത് കുറഞ്ഞ് 3.8 ഉണ്ടായിരുന്നത് പിന്നെ അത് 3 ആയിട്ടുണ്ട്. അയ്യോടാ. അപ്പൊ സർജറി ചിലപ്പോ വേണ്ടി വരത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. സുന്ദര ആ പുള്ളിനെ 2ാമത്തെ പ്രാവശ്യമാണ് വീഡിയോയിൽ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങള് പക്ഷെ ഞാനാണ് ഈ ആളെ ഞാനാട്ടോ എടുത്തോണ്ട് വന്നേ. നിങ്ങൾ രണ്ടുപേരെല്ലാം എടുത്തോണ്ട് വന്നേ അല്ലേ? എന്നെ എടുത്തോണ്ട് വരാൻ വേറെ ആളെ പക്ഷെ ആരുടെയും കയ്യിൽ പോകും അല്ലേ? എല്ലാരും കൈ പോയിക്കോളും. ഞാനും വന്നിങ്ങനെ കൈ നീട്ടിയപ്പോഴും എൻ്റെ അടുത്ത് ഒന്നിങ്ങനെ നോക്കിയിട്ട് ഓടി ഇങ്ങനെ വന്ന് കയറി. ആരെങ്കിലും എടുത്താൽ മതി, അങ്ങനെ പരിചയമുള്ള ആള് ഒന്നുമില്ല. പുള്ളിക്ക് ഇങ്ങനെ ഇരുന്നാ മതി, സേഫാണ്. അശ്വതി, പിന്നെ ഈ ഇപ്പം തീരെ പറ്റുന്നില്ലേ നടക്കാൻ? ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. എന്ത് പറ്റിയടാ? ഇപ്പൊ എനിക്ക് ഞങ്ങൾ ആയുർവേദ മരുന്നായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഒരുപാട് പഥ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വേദന കൂടുന്നോണ്ട് ഒരുപാട് ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ കൺട്രോൾ ചെയ്തപ്പോഴത്തേനും പ്രോട്ടീൻസും വൈറ്റമിൻസ് ഒക്കെ കുറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയൊക്കെ വന്നായിരുന്നു. അപ്പൊ അതും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിന്റെ ഇത് കുറവ് വന്ന, ഡീഹൈഡ്രേഷൻ കൂടുതല ബോഡിയിൽ. പിന്നെന്ന് വെച്ചാല് വൈറ്റമിൻസ് കുറയുമ്പം ജോയിന്റ്സിന് പെയിൻ കൂടും. നോർമലി ഇപ്പം ഭയങ്കര പെയിനാണ്, നടക്കാൻ തീരെ പറ്റത്തില്ല. ഇപ്പൊ കുഞ്ഞിന്റെ കുഞ്ഞിനെ പോലും ഞാൻ അങ്ങനെ എടുക്കലില്ല. കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവനെ നേരത്തെ ഞാനായിരുന്നു പിന്നെ എടുക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒട്ടും അവനെ എടുക്കാൻ പറ്റത്തില്ല. അതിന് ഭയങ്കര സങ്കടമുണ്ട്. ഇല്ല, അങ്ങനെ ഇവനില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അടുത്ത് കൂടുതലും കിടക്കുന്നോണ്ട് ഇപ്പൊ ആള് എന്റെ മുഖത്ത് പിടിക്കും, എന്റെ അടുത്ത് കയ്യെ പിടിച്ച് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാ. ഫീഡിങ് അല്ലാണ്ട് ഇവന്റെ മറ്റുള്ള ഡ്രസ് ചേഞ്ച് ചെയ്യലൊക്കെ ഞാനുണ്ട്. പിന്നെ അനിയന്റെ മോളുണ്ട്, പിള്ളേരുണ്ട്. അവളാണ് എല്ലാ കാര്യം അവന്റെ നോക്കുന്നത്. ഇപ്പൊ കൊണ്ടുവന്ന കുഞ്ഞാവ. ഞാൻ ഏകദേശം അല്ലാതുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. അവൾ ഇല്ലാത്തപ്പോ ഞാൻ നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉള്ളപ്പോ അവളാണ് എല്ലാ കാര്യം. ഞാൻ വന്നപ്പോഴ് പുള്ളി ഡൈപ്പർ മാറ്റാൻ ഞാൻ പറഞ്ഞു. അപ്പൊ ഡൈപ്പർ മാറ്റാൻ ആളിങ്ങനെ ഞെക്കി നോക്കുന്നു. ഡൈപ്പർ മാറ്റാൻ ഇത് മാറ്റാൻ അറിയത്തില്ല. മറ്റേത് റെഡിമെയ്ഡ് ആണെങ്കിൽ അവള് മാറ്റിക്കോളും. ഇത് കോട്ടൺ ആൻഡ് ബട്ടൺ ഒക്കെ പിടിച്ചിടാൻ അവൾക്ക് കറക്റ്റ് അറിയത്തില്ല. അത് മാത്രം എന്റെ അടുത്ത് പറയും ഞാൻ ഇട്ട് കൊടുക്കാൻ. ചെരുപ്പൂരി എടുത്തല്ലേ കുഞ്ഞുവാവേ? അത് ഇത് കുഞ്ഞുവാവയുടെ
ഞമ്മള് ഇടണ്ട, ഇടണ്ടേ? വായി വെക്കും. അതുകൂടെ കൊടുത്തേക്കാം അപ്പയ്ക്ക്. ഞങ്ങളുടെ കാത്താള വരെ ഞങ്ങൾ ചവിട്ടി ഊരിക്കളഞ്ഞ കാത്തളയൊക്കെ ഊരിക്കളഞ്ഞോ? കാത്തള ഇട്ടിട്ട് കാല് മൊത്തം മുറിക്കുക. എങ്ങനെ ചവിട്ടുമ്പം ദേഷ്യം വരും, ആൾക്കാരെ ദേഷ്യം വരും, അതുപോലെ ചവിട്ടിയിട്ട് പറഞ്ഞു അവൻ തന്നെ ഊരിക്കളഞ്ഞു. അശ്വതിയുടേത് സിസേറിയൻ ആയിരുന്നു? സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നു. ഇവന്റെ ജനനത്തെ കുറിച്ച് പറ. ഇവന്റെ പറ ആ സംഭവം ഒന്ന് കേക്കട്ടെ. ഞങ്ങൾ തുടക്കം തൊട്ട് പറയുവാണെങ്കിൽ പ്രഗ്നൻസി ഞങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞ് അപ്പൊ അടുത്തിവിടെ കരുനാപ്പള്ളിയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തന്നെ നോർമൽ അങ്ങനത്തെ കുഴപ്പമൊന്നും അബോർഷൻ ആയി പോയി. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. ഞങ്ങള് സംശയം തോന്നി ഒരു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ ഒരു സമയത്ത് ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനും ഇവളും എൻ്റെ ഒരു ഫ്രണ്ടും അവന്റെ വൈഫും ഒക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അതുകൊണ്ട് ഡോക്ടറോട് പോയി ചോദിച്ച കൂടുതലും പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ അല്ല, പ്രഗ്നന്റ് അല്ല, നിങ്ങൾ പോയിട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പോയിട്ട് വന്നതിൻ്റെ 2ാമത്തെ ദിവസം അബോർഷൻ ആയി പോയി. അപ്പോൾ നമുക്കത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പോയിട്ട് ആ ഒരു ഫീലിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് ആഗ്രഹിച്ചിട്ടാണ് മോൻ അറിയുന്നത് പ്രഗ്നന്റ് ആണെന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ കരുനാപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്. ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. അറിഞ്ഞ് കൺഫേം ആയി. ഞങ്ങൾ യൂറിൻ ടെസ്റ്റും ചെയ്ത് ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് പോയത്. അപ്പോഴാണല്ലേ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോഴേ പറഞ്ഞു പ്രഗ്നൻസി പറ്റത്തില്ല, ഹൈറ്റ് കുറവാ. ഇവിടെ കണ്ടപ്പോഴേ ഡോക്ടർ പേടിച്ചു. പക്ഷെ നമ്മൾ അതിന് മുമ്പേ തന്നെ 2-3 ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബോർഷൻ ആയ സമയത്ത് നമ്മൾ ഹാർട്ടിന്റെ ചെക്കപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ റുമറ്റോയിഡ് ഉള്ളവർക്ക് ഹാർട്ടിന് പ്രോബ്ലം വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ ഹാർട്ടിന്റെ ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയാലും ക്യാരി ചെയ്യാൻ പറ്റും, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരി എന്ന് വെച്ചാൽ നമ്മളെയും കൂടി പറഞ്ഞങ്ങ് പേടിപ്പിച്ച്, പിന്നെ ഇവക്കും ആവാൻ പറ്റത്തില്ല, ഹാർട്ടിന് പ്രശ്നമുണ്ട്. അവരെന്നെ അങ്ങ് ചെക്കപ്പ് ഒന്നും നടത്തിയില്ല, അവരെന്നെ അങ്ങ് തീരുമാനിച്ചു ആണ് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ സ്കാനിങ് സെന്ററിൽ ചെന്ന സമയത്തും ആദ്യമാണെങ്കിലും ഒന്നും തെളിഞ്ഞില്ല. 2ാമത്തെ ചെയ്ത സമയത്താണ് ഇതുപോലെ ട്യൂബിലാണ് എന്നുള്ളത് അവർ പറയുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തെ ഇവർ പറഞ്ഞു ട്യൂബിലാണ്, പെട്ടെന്ന് അബോർഷൻ ചെയ്യണം, അതുപോലെ തന്നെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ പുള്ളിക്കാരിക്ക് ഹാർട്ടിനും പ്രശ്നമുണ്ട്, എമർജൻസി ആയിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അബോർഷൻ തുടക്കമായതുകൊണ്ട് മരുന്ന് വെച്ച് തന്നെ കളയാൻ പറ്റും, എടുത്ത് കളയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ടാനത്തോട്ട് റെഫർ ചെയ്ത് കൊണ്ടുപോകണം. അന്നേരം നമ്മൾ ചെല്ലുന്നതിന്റെ തലേ ദിവസം തിരുവോണമാണ്. അപ്പോൾ നമുക്കും കൂടി ടെൻഷനായി. കാരണം ആ സമയത്ത് ഡോക്ടർമാരില്ലെങ്കിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോണ വഴിക്ക് വണ്ടിയിൽ ഞങ്ങൾ ബൈക്കിൽ, അമ്മമാർ 2ഉം ഓട്ടോയിലാണ്, ഞാനും ഇവളും കൂടെ ബൈക്കിലോ. എന്നിട്ട് ഞാൻ കട്ടറിലെല്ലാം കൊണ്ടിടുക നമുക്കും കൂടി ടെൻഷൻ. കേൾക്കുന്നുണ്ടോ നീ വലുതായിട്ടുണ്ടല്ലോ കുഞ്ഞൂസേ, ഈ കഥ കേട്ടിട്ട് അപ്പയോട് ചോദിക്കണം കേട്ടോ. ഞങ്ങൾ ഇത് കുഴപ്പമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2ഉം കൂടെ പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ കൊണ്ട് ഇട്ട്, കാരണം പോണേ തനിയങ്ങ് പോണേ പോട്ടെന്ന് പറഞ്ഞിട്ട്. കാരണം തുടങ്ങി നമ്മൾ അറിഞ്ഞതിന്റെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ പോയിക്കോട്ടെന്ന് വിചാരിച്ചത്. നമ്മൾ അത്രയും ടെൻഷൻ, ഇവക്കൊരു കുഴപ്പം വരാലല്ലോ, നമ്മൾ അതാണ് കൂടുതൽ നോക്കിയത്. നമ്മൾ എന്നിട്ട് ഇത് കുഴപ്പമില്ലാന്ന് ഡോക്ടർ, നമ്മൾ ചങ്ങംകുളങ്ങരയിൽ ഒരു കുറുപ്പ് ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെടുന്ന RCPM അങ്ങനെയാണ് ആ ഹോസ്പിറ്റലിന്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ കാണിച്ചപ്പോൾ ശ്രീകുമാരി ഡോക്ടർ നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് മെഡിക്കൽ കോളേജിൽ പോണ വഴിക്ക് തന്നെ ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടി കാണിക്കാന്ന് പറഞ്ഞു, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ കയറി കണ്ടത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അവിടെ ചെന്നപ്പോഴും സ്കാൻ ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് അറിയാറായിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴേ അറിയത്തില്ല, പറഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ടെസ്റ്റ് ചെയ്തിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, സ്കാൻ ചെയ്ത് അറിയാനുള്ള സമയം ആയിട്ടില്ല, 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും എന്നിട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ചെന്നപ്പം പറഞ്ഞു ട്യൂബിലല്ല, നോർമൽ പ്രഗ്നൻസിയാണ്, പേടിക്കാനൊന്നുമില്ല, അതുപോലെ തന്നെ ഗർഭപാത്രത്തിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, എന്തോരം മാസം ക്യാരി ചെയ്യാൻ പറഞ്ഞു. പേടിയെന്ന് വെച്ചാൽ ഇവർക്ക് ഹൈറ്റ് കുറവാണ്. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഓർഗൻസ് എല്ലാം ചിലപ്പോൾ ഈ പ്രഗ്നന്റ് ഇത് മുന്നോട്ട് പോകുന്നതനുസരിച്ച്, വയറ് വലുതാവുന്നതനുസരിച്ച് ഓർഗൻസിനെല്ലാം ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഇവർക്ക്, കുഞ്ഞിനല്ല ഇവർക്ക്, അതായത് ശ്വാസമുട്ടലോ അങ്ങനെയുള്ള ഏത് ഹൃദയാഘാതം പോലെ നേരത്തെ ചിലപ്പം സിസേറിയൻ ചെയ്ത് എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച്, അതായത് 9ാം മാസം കഴിഞ്ഞ്, 9ാം മാസം പൂർത്തിയായി, 9ാം മാസം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് മോൻ ജനിച്ചത്. അതുവരെ അവർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു അനസ്തേഷ്യ തരുന്നതിന്. അത് നട്ടലിന് എനിക്ക് വളയത്തില്ല,
തൊണ്ട വഴിയും കൊടുക്കാൻ പറ്റത്തില്ല. വെച്ചാൽ ഇവിടെ പൊളിയത്തില്ല വാ. അത് വെച്ചാൽ ഒരു ട്യൂബാണ്, അത് അത്യാവശ്യം വലിയൊരു ട്യൂബാ. അത് എൻ്റെ വാ ഇത് അസുഖം വന്നുകൊണ്ട് ജോയിന്റുകളെല്ലാം സ്റ്റക്ക് ആയതുകൊണ്ട് വായ അത്രയും പൊളിയത്തില്ല. അപ്പൊ വായിക്കൂടെ ട്യൂബ് ഇടാൻ പറ്റത്തില്ല. പിന്നെ നട്ടലിന് നീളവും കുറവുണ്ട്, പിന്നെ വളയത്തില്ല ഈ അസുഖം വന്ന. അപ്പൊ അത് ഭയങ്കര ടെൻഷനായിരുന്നു. അത് പിന്നെ അതായിരുന്നു പിന്നുള്ള ടെൻഷൻ. അനസ്തേഷ്യ വാ വഴി കൊടുക്കാനൊക്കെ നോക്കിയിട്ട് ട്യൂബ് ഇട്ടിട്ട് പിന്നെ വീണ്ടും ഊരി കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവസാനം അവര് അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിറക്കി നടുവിന് തന്നെ തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സിമ്പിളായിട്ട് നടന്ന് ഞാൻ തന്നെയാണ് മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ ബെഡിലൊക്കെ ഞാൻ തന്നെ കയറി പോയി നടക്കുമായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞൊരു 3 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നോർമലായിട്ടെല്ലാം നടക്കിയെടുക്കുക, അവളുടെ കാര്യങ്ങളെല്ലാം അവള് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് വെച്ചൊരു പനി വന്ന്, ആ പനി വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും അസുഖം കയറി കൂടിയത്. ആദ്യം നമ്മൾ വിചാരിച്ച് റൊമറ്റോയിഡിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് റൊമറ്റോയിഡിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിരുന്നു. പക്ഷെ ചെക്ക് ചെയ്ത സമയത്ത് വൈറ്റമിൻ ഡി ആണെന്ന് പറഞ്ഞത്. എന്നിട്ടും നമ്മൾ വൈറ്റമിൻ കൊടുത്തിട്ടും ഇതുവരെ മാറ്റം നടക്കാൻ പറ്റിയിട്ടില്ല. ഒരു 4-5 മാസത്തോളായിട്ട് വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ബിയുടെ കുറവുണ്ട്, കുറെ അങ്ങനത്തെ മെഡിസിൻ സപ്ലിമെന്റ് കൊടുക്കുന്നില്ലേ. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ റൊമറ്റോയിഡിന്റെ ട്രീറ്റ്മെന്റും എടുക്കുന്നുണ്ട്. അതായത് ആയുർവേദത്തിന്റെ മെഡിസിനും കൊടുക്കുന്നുണ്ട്, ഹോമിയോ ഇപ്പം കൊടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും വയ്യാണ്ടുള്ള അവസ്ഥയായി, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. പെയിൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ എടുത്തോണ്ട് വന്നപ്പോഴും എനിക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പം ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കുളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ പോലും 2 കൈയിൽ കഷത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചാ പോകുന്നത്. ബോഡിയിൽ വേറെ എങ്ങും തൊടാൻ അല്ലാതെ പിടിക്കാൻ വേദന എടുക്കും, അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പിന്നെ വരുന്നോണ്ടാ അല്ലാതെ എടുത്തോണ്ട് വന്നത്. അത് എടുത്തപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു വേദന ഉണ്ട്, നോക്കിയെടുക്കണം. പക്ഷെ ആദ്യ കാലങ്ങളിലൊക്കെ നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഞാനൊക്കെ ഞങ്ങളുടെ ഇന്റർവ്യൂലൊക്കെ പയറ് പോലെ വന്ന് പുരുപുരാന്നായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. മൊത്തത്തിൽ ആ ഒരു വേദന വന്നതോടുകൂടി മൈൻഡ് ആകെ ഒരു ഇതാഴ്ച ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നേരത്തെ പോലെ. ഈ മൈൻഡ് അങ്ങനെ കാണുമ്പോഴാണ് സന്തോഷം. സത്യം പറഞ്ഞല്ലേ, ഇപ്പോഴാണ് അതാരാ നോക്കുന്നത്. ഇങ്ങോട്ട് ഇപ്പോഴാണ് ആരാണ് നോക്കുന്നത് അവിടെ പൊന്ന്. അല്ല, ഇങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് കുറേ അസുഖങ്ങൾ മാറൂല്ലേ ഹാപ്പി ആയിട്ട്. ഇപ്പം എൻ്റെ കാര്യം വന്നപ്പോഴും നമ്മൾ കുറേ ടെൻഷൻ അടിച്ചു. കാരണം ഇവൻ ജനിച്ചതിൻ്റെ 4ാമത്തെ ദിവസമാണ് നമ്മൾ ഈ സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. കാരണം പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു. 2,460 ഉണ്ടായിരുന്നത് പെട്ടെന്ന് 2 കുറഞ്ഞു. പിന്നെ അങ്ങ് കുറഞ്ഞു പോവാണ് വെയിറ്റ്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി അവിടുത്തെ ഒരു ഡോക്ടർ പീഡിയാട്രീഷ്യൻ പറഞ്ഞ് ചിലപ്പം ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എന്നോടല്ല ഇവളോടാ പറയുന്നത്. അപ്പൊ ഒന്നും കൊണ്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്നേരം കൊണ്ടുപോകുമ്പോൾ ഞാൻ പറയാം അതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് മറ്റേ കാർഡിയോളജിയുടെ അവിടെ ഇരിക്കുമ്പോൾ ഇച്ചാൻ പറയാൻ വെച്ചാൽ എനിക്ക് പേടിയാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇല്ലടി, അങ്ങനെ ഒന്നും ഇല്ല, തോന്നുന്നില്ല, വെറുതെ ആന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ട് എക്കോയ്ക്കകത്ത് കാണിച്ച 2 ഉണ്ടെന്ന്. ഒറ്റ കരച്ചിലായിരുന്നു അവിടെ നിന്ന്. ഞാൻ അതിനകത്തിട്ട് എന്നെ ഇച്ചാൻ പറഞ്ഞു നീ പുറത്തോട്ട് വെക്കും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ പിന്നെ പുറത്താക്കി. പക്ഷെ ഇപ്പം മിടുക്കനായിട്ട് വരുന്നുണ്ട്, ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഡോറ ബുജിയുടെ കുഞ്ഞിന് ഒന്നും ഉണ്ടാവില്ല. വെയിറ്റ് കുറയാതെ നോക്കണം എന്ന് പറഞ്ഞു. വെയിറ്റും കുറയാതെ നോക്കണം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും കൂടെ. പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചോ കുഞ്ഞ്? ഇല്ല, ഇത് കുറഞ്ഞതിന് ശേഷം ഇതുവരെ ബുദ്ധിമുട്ടില്ല. അതിന് മുമ്പ് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ പാല് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ഹാർട്ടിന് ഹോൾ ഉള്ളതുകൊണ്ട് എപ്പോഴും കഫക്കെട്ടിന്റെയും ചുമയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. അത് അഥവാ കൂടുവാണെങ്കിൽ കൊണ്ട് അവിടെ ചെല്ലണം, അതല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും പീഡിയാട്രീഷ്യനെ തന്നെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ 2-3 പീഡിയാട്രീഷ്യൻ അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവിടെ തന്നെ കാണിച്ചു. എന്നിട്ട് മാറ്റം വീണ്ടും നമ്മൾ കുറുപ്പ് ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവൻ അവിടെ പറ്റത്തുള്ളൂ, എനിക്ക് അവിടെ നിന്ന് രക്ഷിച്ചതുപോലെ. അവിടുത്തെ ഡോക്ടർ ഒറ്റ തവണ മരുന്ന് കൊടുത്തപ്പോഴേ ബുദ്ധിമുട്ട് കുറഞ്ഞു. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി. അന്നെങ്ങാനും അവര് പറയുന്ന കേട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ അബോർഷൻ നടത്തിയത്. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു. അബോർഷന്റെ മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അബോർഷൻ. ഇപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ഒന്നും കൂടെ ചെക്കപ്പ് നടത്തിയിട്ടേ അവർ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ വണ്ടി കൊണ്ടുപോയി ഇങ്ങനെ കുറേ കട്ടറി കൊണ്ടിട്ട്, അതായത് റോഡ് പണി അടക്കം ഇപ്പൊ വരുമ്പോൾ കണ്ടാണല്ലോ മൊത്തം റോഡ് പണിയാ. അപ്പൊ കുറെ കട്ടറി കൊണ്ട് ഞാൻ ഇട്ട് ആ സമയത്ത് പോയിരുന്നെങ്കിലൊന്ന് ഞങ്ങൾ അത് എപ്പോഴും ഇങ്ങനെ ഒന്ന് ചിന്തിക്കാറുണ്ട്. ഇല്ല നെയ്വ ഇങ്ങോട്ട് വരണ്ട, അത്രേ ഉള്ളൂ. അത് തടുക്കാൻ ആരാലും പറ്റില്ല, ഒരു സ്കാനിങ്ങിലും പറ്റില്ല. നമ്മൾ അങ്ങനെയാണല്ലോ ചിലതൊക്കെ പറയുന്നത്. നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മരണവീട് പോലെ ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് നോക്കുന്ന അമ്മയെ തന്നെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കുറെ ടെൻഷൻ അടിച്ചു, കുറെ ടെൻഷൻ. ഞാൻ അവിടെ കടന്ന് കുറെ കരഞ്ഞിച്ചേ, ഞാൻ കാണാതെ മാറിയെന്ന് കരഞ്ഞു. അശ്വതി അത് പറഞ്ഞ പോലത്തെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം ആകാൻ പോകുന്നു. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല അല്ലേ? അമ്മ ഭയങ്കര അമ്മ വഴിയാണ് ശരിക്കും ആലോചന വന്ന് കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? അതായത് കല്യാണത്തിന് മുമ്പുള്ള ഒരു അശ്വതി ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള അശ്വതി എങ്ങനെയുണ്ട്, പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷമുള്ള അശ്വതി എങ്ങനെയുണ്ട്? അത് ഞാനല്ലേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നില്ല അല്ലേ ചേ? ആണോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമേ ഒന്നും കല്യാണം കഴിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടും എടാ പോടാന്നുള്ള വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അമ്മമാരാണ് പറഞ്ഞത്
അങ്ങനെയൊന്നും വിളിക്കരുത്, അങ്ങനെയല്ല ഇനി ചേട്ടാന്ന് ചേട്ടാന്നൊക്കെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല, 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടാ പോടാ അങ്ങനെ വിളിച്ചത്. ഞാൻ ഈ ഡോറാന്ന് വിളിക്കുന്ന തന്നെ ആ കൂട്ടുകാരായിരുന്ന സമയത്ത് വിളിച്ചത്, എന്നെ അവള് ബുജ്ജിന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു വിളി. പക്ഷെ അമ്മമാര് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അതൊക്കെ മാറി. പിന്നെ അതുപോലെ തന്നെ ആദ്യം എങ്ങനെ പറഞ്ഞു കല്യാണം കഴിച്ചു നിങ്ങൾ റിയലിസ്റ്റിക്കിലേക്ക് അതുപോലെ കുഞ്ഞായപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞായി എന്നുള്ളത്. അടുത്ത് കിടന്നിട്ട് പോലും ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ തന്നെ വെറുതെ എന്റെ വയറ്റിൽ നിന്ന് അങ്ങനത്തെ അമ്മച്ചിക്ക് നോക്കണേ കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല. ഇപ്പം പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം മനസ്സിലായി തുടങ്ങി, ജീവിതം ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്. ജീവിതം തുടങ്ങിയത്. അതായത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഭാര്യയും ഭർത്താവുമാണ്, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ആയി എന്നുള്ളതൊക്കെ തോന്നി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പ്രണയിക്കുമ്പോ നമ്മൾ ഇതൊക്കെ സ്വപ്നം കണ്ടെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമായി ലൈഫിലേക്ക് പ്രണയിച്ചിട്ടില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ, അതായത് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വീട്ടിലായിരുന്നു എന്നിരുന്നത്, ഞാൻ എൻ്റെ വീട്ടിലും 7 മാസം കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരുന്നത്. അത് കല്യാണമായിട്ട് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്റർകാസ്റ്റ് ആണല്ലോ, അപ്പൊ പള്ളിയിൽ വെച്ച് കെട്ടി നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല അത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്തിയിരുന്ന് കല്യാണം നടത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഞങ്ങളുടെ ഇടവ പോയിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ച് എനിക്ക് അവിടുത്തെ അച്ഛൻ ലെറ്ററൊക്കെ തന്നായിരുന്നു. എനിക്ക് പക്ഷെ പണ്ട് തൊട്ടേ ക്രിസ്ത്യൻ മതത്തിനോട് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് അസുഖം വന്ന സമയത്തൊക്കെ കൂടുതലും ധ്യാനവും പള്ളിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫാമിലിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വീട്ടുകാരായാലും ഇങ്ങനെ മതം മാറിപ്പോകുന്ന എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനും അമ്മയൊക്കെ തന്നെയാണ് പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് ലെറ്ററൊക്കെ തന്നു. പിന്നെ ഇവരുടെ ഇടക വന്ന് അത് ലെറ്റർ കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെയാണ് നടത്തേണ്ടത്. ഇവിടെ പിന്നെ തൊടുപുഴന്ന് കൊല്ലത്തേക്ക് വന്നു. ഓക്കെ. അതിനുശേഷം കല്യാണമായിട്ട് നടത്തിയിട്ടില്ല ഇതുവരെ. മോന്റെ മാമോദീസ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ചടങ്ങായിട്ട് നടത്തി. ഇവളുടെയും ഞങ്ങളുടെ കല്യാണം കല്യാണം നടത്തി, രണ്ടുപേരുടെയും മാമോദീസയും കൂടി മുക്കണം എന്നുള്ള രീതിയിൽ. നീ മിടുക്കനാണല്ലോടാ, നീ വന്നിട്ട് വേണം ഒരു വടിക്ക് 2 വർഷം കല്യാണം കഴിക്കണം, മാമോദീസ കുഞ്ഞിന് മാമോദീസ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി അത് ചെയ്യണം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ട് രജിസ്റ്റർ മാരേജ് അല്ല, കല്യാണം വീട്ടുകാർ പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ മാരേജ് നടത്തി. പിന്നെ ഒരു 7 മാസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്താ, പിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കൂട്ടിക്കണം. അതായത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല, പല പല സാഹചര്യങ്ങൾ. ഇപ്പൊ അവിടുത്തെ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും ശരിയാണ്, സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റുന്നില്ല നടത്താനായിട്ട്. കുറേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, ലോണൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി, അപ്പം പറ്റുന്നില്ല. എന്നാലും പിന്നെ വിചാരിച്ച് ഇത്രയും നാളായില്ല. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ നമ്മളറിയാവുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ബന്ധുക്കളെ. കാരണം രജിസ്റ്റർ മാരേജ് നടത്തി എന്നുള്ള എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്താ കൂട്ടിക്കൊണ്ടുവരാത്ത, ഇത്രയും നാൾ അവിടെ നിർത്തിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുവരാത്ത എന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അന്നേരം വിചാരിച്ച് എന്നാൽ പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്തായാലും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു, അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് പെട്ടി മാട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു. ഇവിടെ നിന്നാ മതി, ഇനി അങ്ങോട്ട് വരണ്ട. അതിനുശേഷമാണ് നിങ്ങൾ ഒന്നിച്ച് റീൽ ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ കണ്ണിൽ വരുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ ഒരു റീൽ ഇട്ടായിരുന്നു, അത് ഇത്തിരി റീച്ചായി. കുറെ ഫോട്ടോഷൂട്ടിന് വിളിച്ചായിരുന്നു ബീച്ച് ഇവിടെ പാർക്കിൽ പോയപ്പോഴാണ്. അതേതാണ് അവർക്കൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എന്റെ മൈൻഡ് മൊത്തം ഔട്ടാ. അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് കുറെ ഫോട്ടോഷൂട്ടിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഞങ്ങൾ രണ്ടിടത്ത് നിൽക്കുമല്ലേ, അതുകൊണ്ട് പിന്നെ അതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ കൊല്ലത്തു നിന്ന് ഒരു ഫോട്ടോഷൂട്ടിന് വിളിച്ചിട്ട്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇട്ടതിന് ശേഷമാണ് ചാനലുകാരെല്ലാം ഇന്റർവ്യൂവിന് വന്നതും ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ എടുത്തത്. അത് ഷൈനി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു ആദ്യം വന്ന് ഇന്റർവ്യൂ എടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് സ്ഥിരം അടുത്ത ആള് ജൂനിയർ. അതെ, പുള്ളി കാഴ്ചകൾ കാണും. ഇവന് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത്, ഇവന് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനും ഭയങ്കര ഇഷ്ടം. പ്രഗ്നന്റ് ആയ സമയത്ത് ഞാനിങ്ങനെ പാട്ട് പാടും, പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആള് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ആകുന്നതിന് മുമ്പ് തന്നെ പാട്ടുകാരിയാ, പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നയാ. നമ്മളിവിടെ വന്നതിന് ശേഷം ഷിലി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേരെന്തായിരുന്നു, ശില്പ. ആ ചേച്ചിയാണ് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പാട്ട് പാടുന്നത് കൊണ്ട് ഇവന് ആ ഒരു പാട്ടിനോട് ഇപ്പോഴും ജനിച്ചതിന് ശേഷം പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അശ്വതി ആണോ അമ്മ? അശ്വതി അച്ചു അമ്മ ആണോ? അച്ചുമ്മ. അച്ചുമ്മ ഒന്ന് പറഞ്ഞേന്ന് പാട്ട് പാടിക്കാം, ഞങ്ങൾ കേൾക്കട്ടെ. അച്ചുമ്മ ഉണ്ടോ പാട്ട് പാടുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്? കുഞ്ഞിന് ഇഷ്ടപ്പെട്ട പാട്ട് എന്നറിയാം? മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ, കാൽത്തളയിൽ കൈവളയിൽ കിലുകിലെ നീ കളിയാടി വരും നേരം കാതോർത്തിരുന്നീയമ്മ, പിച്ച പിച്ച വയ്ക്കും കൺമണിയേ
എന്മിഴി തന്നിലെ കൃഷ്ണമണി നീയേ, പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്മിഴി തന്നിലെ കൃഷ്ണമണി നീയേ. പക്ഷെ അമ്മച്ചി പാട്ട് പാടി തന്നു, കുഞ്ഞിന്റെ ഫേവറേറ്റ് സോങ് പാടി തന്നു. ഓ, അത് പാടി ഭയങ്കര സന്തോഷം. വയറ്റിൽ കടന്നപ്പോ തൊട്ടേ ആ പാട്ട് ഞാൻ പാടി 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 ഇപ്പോഴും ആ പാട്ട് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. അശ്വതി ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം അശ്വതി നോർമൽ എന്നല്ല ഒരു അല്ല നോർമലായ ഒരാൾക്ക് അസുഖങ്ങളൊന്നുമില്ല, ആരോഗ്യവാനായ ഒരാൾക്ക് പോലും പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളവർ. പക്ഷെ എന്നെ സംബന്ധിച്ചേ എനിക്ക് ഓപ്പറേഷൻ ആ നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ അല്ലായിരുന്നു പേടി, ഈ അനസ്തേഷ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് മൊത്തം ഈ അനസ്തേഷ്യ എങ്ങനെ തരും, വായിക്കൂടി തരൂ, നട്ടല് തരൂ, ഹൈറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് മൊത്തം ഓപ്പറേഷൻ ചെയ്യലല്ലായിരുന്നു, അനസ്തേഷ്യ തരുന്നത് എങ്ങനെയാണെന്നുള്ള പേടിയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഞാൻ രാവിലെ ഇതിന് അഡ്മിറ്റ്, എനിക്ക് ജസ്റ്റ് ഒരു പെയിൻ വന്നിട്ട് ഏപ്രിൽ 2-ാം തീയതി അഡ്മിറ്റായി. ചെക്കപ്പിന് എന്നല്ല, ജസ്റ്റ് പെയിനായിട്ട് ചെന്നിട്ട് അഡ്മിറ്റാക്കി. അതിനുശേഷം അവിടെ കിടന്ന് എല്ലാം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അടിവയറ്റിൽ പെയിൻ ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു കുറവുണ്ട്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് വിടാം, റിസൾട്ട് കണ്ടിട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ശകലം വെള്ളത്തിന്റെ കുറവുണ്ട്, പിന്നെ ഫ്ലൂയിഡിന്റെ കുറവുണ്ട്, പിന്നെ 12 വേണ്ടത്, 9 ഉള്ളായിരുന്നു. അത്രയും ലോ ആയി പോയപ്പോൾ പിന്നെ വളർച്ചയും കാര്യങ്ങളെല്ലാം ആയി, കുഴപ്പമൊന്നും. സ്കാൻ ചെയ്തപ്പം ബ്ലഡിൽ വേരിയേഷൻ കാണിച്ചു, ബ്ലഡ് ഓട്ടത്തിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞ് എമർജൻസി ആയിട്ട് ചെയ്തേക്കാം, തിങ്കളാഴ്ച ചെന്ന് ചെയ്തേക്കാന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് എല്ലാം അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു സമയം ഒരു വല്ലാത്ത ഓട്ടമായിരുന്നു, ആരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്കായി. എനിക്ക് ഇത് നമ്മൾ അവിടെ ഭർത്താക്കന്മാരെ കാണിക്കാൻ പറ്റത്തില്ല, കയറി വരാനൊന്നും പറ്റത്തില്ലല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രത്യേക സമയം, മെഡിക്കൽ കോളേജിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ 7-ാം മാസം വീട്ടിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയല്ലോ, അപ്പൊ പിന്നെ അവിടെയാണ് കാണിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഇച്ചേനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ മറ്റേ ഉടുപ്പൊക്കെ, എനിക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ്, എല്ലാരും വെള്ള ഇട്ട് മുടിയൊക്കെ പിന്നിട്ട് ഇങ്ങനെ നടക്കും, ഭയങ്കര രസം പോലെ. കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ എന്റെ റീൽസ് കണ്ടിട്ട് ഞാൻ രാത്രി 10 മണിയായപ്പോൾ എന്നെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നു. അതുവരെ ഒബ്സർവേഷനിലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോഴത്തേന് എന്റെ ചുറ്റും ആൾക്കാര് റീൽസ് ചെയ്യുന്നില്ല, യൂട്യൂബിലുള്ള എന്ന് പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ബെഡായി കിടക്കുന്നവരെല്ലാം വന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കര കമ്പനിയായിരുന്നു, സെൽഫി എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, അങ്ങനെ ഭയങ്കര. ഞാൻ മാത്രം കേട്ടോ ആൺകുഞ്ഞ് ബാക്കി അത് ഇച്ചാൻ എപ്പോഴും പറയും, മിക്കവാറും നിനക്ക് മാത്രം ആൺകുഞ്ഞും ബാക്കി എല്ലാവർക്കും പെണ്ണുമായിരിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും മറ്റേ ഉടുപ്പൊക്കെ തരുക, നീല ഉടുപ്പൊക്കെ ഇട്ട് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് മുടിയൊക്കെ പിന്നിക്കിട്ട് ഞാനതൊക്കെ കണ്ണി കാണുന്നുണ്ട്, എല്ലാം സെറ്റപ്പായിട്ട് ഇരുന്ന്. എന്നിട്ട് പിന്നെ മാറിപ്പോകുന്നേ നമുക്ക് ആ വാടി എല്ലാ മുടിയും ഏറ്റവും ചെറുത്. എന്നെ കണ്ടിട്ട് ഇച്ചാനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ഞങ്ങള് അവിടെ പ്രഗ്നന്റ് ആയിരുന്ന അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് വെള്ളം പിടിച്ച് ഞാനിങ്ങനെ നടക്കുമായിരുന്നു, ഇടയ്ക്ക് കൈ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, നമുക്ക് ആ നോട്ടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുമാതിരി ഒന്ന് നോക്കി ദഹിപ്പിക്കുന്ന രീതിയിലാണ് നോട്ടം ഓരോരുത്തരുടെ. എന്ന് വെച്ചാൽ വലിയൊരു അത്ഭുതം കാണുന്ന കണക്ക്, എല്ലോ കാണാൻ പാടില്ലാത്ത കാഴ്ച ഉണ്ടോ കണക്ക് ഒത്തിരി പേര് നോക്കി. പിന്നെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും പുറത്തു പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ നോക്കാറുണ്ട്, തമ്മി നോക്കിയിട്ട് അവരൊന്ന് പറയും, നമ്മൾ കാണാറുണ്ട്. ഇപ്പം പിന്നെ ശീലമായതുകൊണ്ട് മൈൻഡ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് അനസ്തേഷ്യയുടെ റൂമിലോട്ട് കൊണ്ടുപോയി കുറേ ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവിടെയായിരുന്നു ഏറ്റവും സമയം എടുത്ത് ചെയ്ത. പിന്നെ ഞാൻ തന്നെ നടന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ബെഡിൽ കയറി കിടന്നു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ലൈറ്റും വെട്ടവും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടം. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് രാവിലെ 11:33 ആയപ്പം പുറത്തേക്ക് എടുത്തു ആളെ. കരച്ചിലൊക്കെ കേട്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്നോട്, ഞാൻ ആദ്യം മയക്കത്തിലായിരിക്കുമല്ലോ, അപ്പൊ എനിക്ക് ഈർന്നും കാര്യങ്ങൾ വേദന ഇല്ലെങ്കിലും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു, അശ്വതി കുഞ്ഞ് കരയെന്ന് കേട്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കേട്ട് എന്ത് കുഞ്ഞാന്ന് ചോദിച്ചപ്പോൾ ആൺകുഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചായൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇവനെ എത്തുന്ന ഉമ്മയൊക്കെ കൊടുത്തിട്ട് പക്ഷെ ഇവൻ മുഖം ശരിക്കും കാണുന്ന പിറ്റേ ദിവസം ഞാൻ. കാരണം നമ്മൾ അതേപോലെ കിടക്കണ്ട 6 മണിക്കൂർ അതേപോലെ കിടന്നിട്ട് വെള്ളം കുടിക്കത്തൊന്നും ഇല്ലല്ലോ. അവസാനം എനിക്ക് വെള്ളം കുടിച്ചും ദാഹിച്ച് തന്നെ അപ്പുറത്ത് ഒബ്സർവേഷൻ കഴിയുമ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ, വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല, എന്നാലും തൊണ്ട നനയ്ക്കാൻ തരാമെന്ന് പറഞ്ഞ് 2 തുള്ളി വെള്ളമൊക്കെ തന്നു. അവിടെ വെച്ച് ആൾക്കാർ സെൽഫി എടുക്കാൻ ഒരു സിസ്റ്റർ
ഞാൻ ഒബ്സർവേഷനിൽ കിടക്കുക, മറ്റേ ഇത് നല്ല വയറൊക്കെ കീറിയിട്ട് കിടക്കുക. അപ്പോൾ ചേച്ചി ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്യുന്ന പറഞ്ഞു അത് ഒരു സെൽഫി എടുത്തോട്ടെ. അവിടെ സെൽഫി എടുത്തു. പിന്നെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഹസ്ബൻഡിനെ കാണാൻ പറ്റുമോ, എനിക്ക് ഹസ്ബൻഡിനെ ഒന്ന് കാണാം. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു വാർഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ കാണിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ അശ്വതിയുടെ ഹസ്ബൻഡ് കയറി പറഞ്ഞത്തേന് കൊണ്ടുവന്ന് വഴി. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആരും ഇല്ലായിരുന്നു അവിടെ. അതുവരെ എല്ലാരും ഫാമിലി എല്ലാരും നിന്നു. അല്ല, നാത്തൂനും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു വാർഡിന് മുന്നിൽ. ആണുങ്ങളെ അങ്ങനെ കയറ്റി വിടത്തില്ലല്ലോ. അപ്പൊ ഞാനൊക്കെ താഴെയായിരുന്നു ഇരുന്നിരുന്നത്. ഒരാളും ഇല്ല. ആ ഡെലിവറി കഴിഞ്ഞിട്ട് ആൾക്കാരെ നോക്കിയപ്പോൾ ആരും ഇല്ല. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അശ്വതിയുടെ ഹസ്ബൻഡ് ഇല്ലേ, പെട്ടെന്ന് മേളോട്ട് കുഞ്ഞിനെ കൈ തരാനെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഇവനെ കൈ വാങ്ങിക്കുന്നത് ഞാൻ. ആ ഒരു ഭാഗ്യം കിട്ടി. സാധാരണ അമ്മമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഒരാളെ അവിടെ നിർത്തത്തില്ല. നമ്മൾ ആണുങ്ങൾ ആരും നിർത്തത്തില്ല, പെണ്ണുങ്ങൾ മാത്രം നിൽക്കത്തുള്ളൂ. പക്ഷെ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു, എന്തോ ഭാഗ്യത്തിന്. അത് ഞാൻ എന്നിട്ട് താഴെ നിൽക്കുമായിരുന്നു. സിസേറിയൻ കഴിഞ്ഞിട്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അതെല്ലാം പിന്നെ നോർമലായിരുന്നു. ഇപ്പൊ വയറ് വല്ലാണ്ട് കൂടിയപ്പോഴില്ലേ, കുഞ്ഞ് വളർന്നു വന്നപ്പോ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അവസാന നിമിഷമൊക്കെ ആയപ്പോൾ നടക്കുമ്പോഴത്തേനും ഭയങ്കര കനം പോലെ താഴത്തേക്ക് നമുക്ക് കാലിന് ഭയങ്കര ഒരു ഇതുപോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കിടപ്പായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരുപാട് നടക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ സിസേറിയൻ ആയതുകൊണ്ട് നമ്മൾ മറ്റേതുപോലെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി ഒന്നും വന്നിട്ടില്ലല്ലോ. നമുക്ക് ശരിക്കും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല, പക്ഷെ കണ്ടു കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ആയി. ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കാർ നിങ്ങളെ അറിയാത്തവർ കാണുമ്പോൾ നോക്കുന്നു. പക്ഷെ എപ്പോഴെങ്കിലും അറിയുന്നവരിങ്ങനെ ഒരുപാട് പേര്. ഏറ്റവും വലിയൊരു വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവളും കൂടെ ഓച്ചിറയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തുകൊണ്ടെന്ന് സിനിമ സ്റ്റൈലൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു അമ്മയും ചേച്ചിയും പിന്നെ ഒരു അമ്മാമ്മയും ഉണ്ടായിരുന്നു. മൂന്നുപേരും കൂടെ ഇറങ്ങി വന്നിട്ട്, അമ്മയും ചേച്ചിയില്ല, അമ്മയും മോളും അമ്മാമ്മയും. അതന്നെ അവര് മൂന്നും കൂടെ എന്നുവെച്ചാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് റീല് ചെയ്യുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ആരും നിർത്തിയെന്ന് നമ്മൾ ചിന്തിച്ച്. ഞങ്ങൾ കണ്ടായിരുന്നു, പെട്ടെന്ന് ഞങ്ങൾ വിട്ട് പുറകെ വരുമായിരുന്നു. വേറെ ഏതോ റൂട്ട് പോകേണ്ടവരാ. നമ്മളെ കണ്ടപ്പോ പുറകെ ഓടി വന്നിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ആ റോഡിൽ നിന്ന് സെൽഫി ഒക്കെ എടുത്തിട്ടാ പോയത്. നല്ല രീതിയിൽ. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ. പിന്നെ അതുപോലെ പമ്പില് പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴത്തേനും വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഇത്ത വന്ന് സെൽഫി എടുത്തായിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെ ഇച്ചാൻ നിന്ന സമയത്ത് ഇച്ചാന്റെ കൂടെ വന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും വിറ്റുണ്ടാന്ന് വെച്ചാൽ സിസേറിയനെല്ലാം കഴിഞ്ഞ് സ്റ്റിച്ചെല്ലാം കെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു. നോർമൽ എല്ലാം കുഴപ്പമില്ല നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ, ഞങ്ങളെയും കൂടെ വൈറലാക്കണമെന്ന് ഡോക്ടർ. അത് മാത്രം ഞങ്ങൾ നിർത്തിയ ഞങ്ങൾ ചാട്ടമാണല്ലേ. കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനാ വന്നേ. ഭക്ഷണം കഴിച്ചു തുടങ്ങിയില്ലേ? അതായത് 6 മാസമായപ്പോ. അപ്പൊ വാവേ നീ നോക്കിക്കേ. പിച്ച വെക്കും. അയ്യടാ അമ്മ പാടിയാലേ അയ്യടാ അമ്മ പാടിയാലേ നോക്കോളല്ലേ. പിച്ച വെക്കും. കളിക്കൂ അതാ ശ്രദ്ധിക്കാൻ. ഞാനാ ലുട്ടാപ്പി കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി കടുവകളും കിടുകളും. അതൊക്കെ ഇപ്പത്തെ ഫേവറേറ്റ് പാട്ടായി വന്നല്ലേ. അപ്പൊ ഗബ്രൂനും അച്ഛനും അമ്മയ്ക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. കണ്ടതിലും സംസാരിക്കാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം. പൊക്കോ. താങ്ക് യു. ഒരു ടാറ്റ തന്നേ. ടാറ്റ തന്നേ. ഇവിടെ ഗബ്രു ടാറ്റ. ടാറ്റ. താങ്ക് യു.